ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു മീൻകറി വെക്കാം. മീൻകറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാളയുണ്ടല്ലോ, ആറ്റിലെ വാള, അതൊരു മീൻകറി വെക്കാം. ചിലർ നീർമീനെന്ന് പറയും, ഞങ്ങളുടെ ഇവിടെയൊക്കെ നീർമീനെന്നാണ് പറയുന്നത്. പിന്നെ ചിലർ ആറ്റിലെ മീനെന്ന് പറയും. നമുക്കതൊന്ന് കറി വെക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇഞ്ചി ഇടുകയാണ്. ഞാൻ കടുവൊന്നും ഇട്ട് പൊട്ടിക്കാറില്ല മീന്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി അത് നീളത്തിൽ അരിഞ്ഞേക്കുവാണ്. പിന്നെ കറിവേപ്പില കൂടുതലുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി ഇടുവാണ്. ശകല ഉപ്പൂടെ, അപ്പോൾ അത് എളുപ്പം ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഞാൻ പുളിയും കൂടി ഇതിനകത്തോട്ടിട്ട് വഴറ്റുവാണ്. ഇതിങ്ങനെ ചെയ്ത് 1-2 പാർട്ടികൾ എന്നെ വിളിച്ച് സൂപ്പർ കറിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവർ ചെയ്തു. നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞത്. ചേച്ചി ചെയ്ത പോലെ ചെയ്ത് നല്ല മീൻ കറിയാണെന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കമൻ്റ് ഇടുക. ഞാൻ എല്ലാം വഴണ്ടിട്ടുണ്ട്. ഒത്തിരി മൂത്ത് വരരുത്. ഇതെന്തായാലും ഇങ്ങ് വെന്തങ്ങ് അലിഞ്ഞ് പോകുന്നതല്ലേ. അപ്പം ഞാൻ മുളക് പൊടി ഇടുവാണ്. നാല് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ കിലോ എന്ന് പറയാൻ, ഞാൻ മത്തി മേടിക്കാൻ വേണ്ടിയിട്ട് ഹാർബറിൽ പോയപ്പം കൊച്ചു മത്തിയാണ്. അച്ചാറിടാൻ മത്തി വേണം. ഞാൻ ഒത്തിരി നോയമ്പൊക്കെ ആയതുകൊണ്ട് അച്ചാറിടാതിരിക്കുന്നു. ഇപ്പോൾ അച്ചാറിന് ഒത്തിരി ആവശ്യക്കാർ വന്നുകൊണ്ട് മത്തി മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഇത് മത്തി കിട്ടിയില്ല, കൊച്ചുമത്തി ഉണ്ട്, ഞാൻ മേടിച്ചില്ല. അപ്പോൾ ഇതുപോലെ വലക്കാർ കൊണ്ടുവച്ചു. 2 വാളയുണ്ടായിരുന്നു, 2 കരിമീൻ, 2 ചെറിയ ഈ കൂരിയോ ഏതാണ്ട് സാത്തേട് പോലെ. അപ്പോൾ അതിന് 300 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ മേടിച്ചു. അപ്പോൾ ലാഭമായിട്ട് തോന്നി. അപ്പോൾ അതാണിത്. വേമിച്ചെന്ന് മുളകിട്ട് വെക്കാം. ഉലുവാപ്പൊടി, കായപ്പൊടി. ചിലർ കായ ഇടത്തില്ലെന്നൊക്കെ പറയുന്നു, പക്ഷേ ഞാനിടും. പിന്നെ ഇത് ഈ ആറ്റുമീനായതുകൊണ്ട് ഞാൻ കുരുമുളക് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ചിലർ ചേർക്കുമായിരിക്കും, പക്ഷെ ഞാൻ ആറ്റുമീൻ കുരുമുളക് പൊടി ചേർക്കാം. വെള്ളം ഒഴിക്കുവാണ്. നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണം പെറുക്കിയിടാം. നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. തല പരിഞ്ഞില് ലേശം ഉപ്പൂടെ, നമുക്ക് കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ, കുറച്ച് ഉപ്പൂടെ മാംസത്തിലൊക്കെ പിടിക്കുന്ന. നമുക്കൊന്ന് അടിച്ച് വെച്ച് കഴിക്കാം. നമ്മുടെ വാളക്കറി റെഡിയായിട്ടുണ്ട്. ശകലം ഗ്രേവി കൂടുതൽ വെച്ചാണ്. അത് തന്നെ നമ്മൾ കുറച്ച് വെച്ചാലും മീനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. ഉപ്പൊക്കെ ഉണ്ട്. ഞാനിത് അധികപ്പറ്റായിട്ട് ചെയ്താൽ കുരുമുളക് പൊടി മാത്രമാണ്. കാരണം ഞങ്ങൾ നീർമീൻ കുരുമുളക് പൊടി ചേർക്കാം, ചിലർ ചേർക്കത്തില്ലായിരിക്കും. അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നല്ലൊരു മീൻ കറിയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇതുപോലെ ചെയ്ത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. ഉപേക്ഷ വിചാരിക്കരുത്. ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും.